عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. بسم الله الرحمن الرحيم. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ബനു ഇസ്രായേൽ ജനത സ്വച്ഛാധിപതിയായ ഫിർഔന്റെ കീഴിൽ അങ്ങനെ വർഷങ്ങളോളം അപമാനത്തിലും വിഗ്രഹാരാധനയിലും അടിമത്തത്തിലും കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്തിലാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരിലേക്ക് ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ശരിക്കും പ്രവാചകൻ എന്നതിന് ഉപരിയായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേൽ ജനതയുടെ ഒരു വിമോചകനായിരുന്നു. ആ സംഭവം ഇങ്ങനെയാണ്. സൂറത്തുൽ ഖസസിൽ അതേക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങളാണ്, ചില ആയത്തുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരിക്കൽ ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ താല്പര്യം അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. സ്വപ്ന വ്യാഖ്യാതാക്കൾ ഫിർഔനോട് ഇങ്ങനെ പറഞ്ഞു: ഇസ്രായേൽ വംശത്തിൽ ഒരു കുഞ്ഞു പിറക്കാനിരിക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ സാമ്രാജ്യം, രാജവംശത്തെ ഇല്ലാതെയാക്കും. നിങ്ങളുടെ അന്തകനായിട്ട് അവൻ മാറും എന്നതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് സ്വപ്ന വ്യാഖ്യാതാക്കള് ഫിർഔനോട് പറഞ്ഞു. അപ്പോൾ താൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ട് ഫിർഔൻ അരിശം കൊണ്ടു കലിതുള്ളി സിംഹാസനത്തിൽ നിന്നും അവൻ എഴുന്നേറ്റ് ഒറ്റ പ്രഖ്യാപന: ആ നശിച്ച വംശത്തിൽ അഥവാ ബനി ഇസ്രായേൽ വംശത്തിൽ നിന്ന് ഇനി മുതൽ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം. പെൺകുട്ടികളെ കൊല്ലേണ്ടതില്ല. അതാണ് യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും എന്ന് പറഞ്ഞത്. ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുക, പെൺകുട്ടികളെ കൊല്ലാതെ അപമാനിതരായിട്ട് അവിടെ ബാക്കി വെക്കുക. ഇത് കേട്ട ഉടനെ ഫറോവയുടെ കിങ്കരന്മാർ ഈജിപ്തിൽ ഓടി നടന്നു. ഇസ്രായേൽ കുലത്തിൽ ആൺ പൈതലുകളെ അവർ കൊല്ലാൻ തുടങ്ങി. ഇതേക്കുറിച്ച് ഖുർആൻ സൂറത്തുൽ ഖസസിൽ പറയാണ്: ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫിർഔൻ ഭൂമിയിൽ പെരുമ നടിച്ചു, അഹങ്കാരം നടിച്ചു. വജഅല അഹ്ലഹാ ശിയആ. അവന്റെ ജനതയെ, പ്രജകളെ രണ്ട് തട്ടുകളാക്കി മാറ്റി. ജനങ്ങളെ വിഭജിച്ചു. ജനങ്ങൾക്കിടയിൽ വിവേചനം കൽപ്പിച്ചു. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്ന രൂപത്തിൽ വിവേചനം കൽപ്പിച്ചു. അതാണ് വജഅല അഹ്ലഹാ ശിയആ. ജനങ്ങളോട് വിവേചനപരമായ സമീപനം സ്വീകരിച്ചു. മാത്രമല്ല ഒരു വിഭാഗത്തെ ദുർബലരാക്കി മാറ്റി, ഒരു വിഭാഗത്തെ അരികിവൽക്കരിച്ചു, അവരെ ഒതുക്കി നിർത്തി. എന്നും ദുർഭരണാധിപൻ, ഭരണകൂട ഭീകരത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയോളജിയാണത്. അഥവാ അവർക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗത്തെ കൂടെ നിർത്തുകയും ഇഷ്ടമില്ലാത്ത ആളുകളെ അവർ മാറ്റി നിർത്തുകയും ഒതുക്കി നിർത്തുകയും അരികിവൽക്കരിക്കുകയും ചെയ്യുക. ഇന്ത്യയിൽ പോലും അതിന്റെ പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അഥവാ ഒരു വിഭാഗം ആളുകളെ അരികിവൽക്കരിക്കുക. മാത്രമല്ല യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ മക്കളെ കൊന്നുകളയുക. വയസ്തഹീ നിസാഅഹും, ആൺകുട്ടികളെ കൊല്ലുക, പെൺകുട്ടികളെ ബാക്കി നിർത്തുക. അതൊരു ഐഡിയോളജിയാണ്. അല്ലാഹു തആല പറയാണ്: ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. തീർച്ചയായും അവൻ മഹാ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബനി ഇസ്രായേൽ സമൂഹത്തിൽ, കുടുംബത്തിൽ ജനിക്കുന്ന ഓരോ ആൺകുട്ടികളെയും കൊല്ലുക എന്നുള്ള വിനോദം, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിനോദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ്
മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മമുണ്ടാകുന്നത്. മൂസാ നബിയുടെ മാതാവ് ആ കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് ജന്മം നൽകിയ വിവരവും ഈ കിങ്കരന്മാർ അറിയുകയും ആ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ആ വീട്ടിൽ ആ കുഞ്ഞിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്ഭുതകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ രക്ഷിക്കുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അതും സൂറത്തുൽ ഖസസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ കാര്യം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.